ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1163ൻ്റെ സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യം ഉള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ പലരും നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കാണാറില്ല, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ചാനലിൽ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ വരുന്നത് പ്രോമിസ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ കവർ സ്റ്റോറിയിലാണെങ്കിൽ ലൂഫി കുറേ മങ്കീസിൻ്റെ കൂടെ നമ്മുടെ പാർക്കർ ട്രിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇമൂസമ്മ നമ്മുടെ റോക്സിനെ ഡേവി ജോൺസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ റോക്സ് ആയിക്കോട്ടെ, ഞാൻ അയാളല്ല എന്ന് നമ്മുടെ റോക്സ് നമ്മുടെ ഇമൂന് റിപ്ലൈ കൊടുക്കും. പിന്നെ നമ്മുടെ റോക്സ് പറയൂ, ഞാൻ ഒരു കാര്യത്തിനോട് യോജിക്കുന്നുണ്ട്, നമ്മുടെ ആ പ്രോമിസ് അതെന്തായാലും ഫുൾഫിൽ ചെയ്തേ പറ്റൂ എന്ന്. അപ്പോൾ എന്തോ പ്രോമിസിനെ കുറിച്ച് നമ്മുടെ റോക്സ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആർക്ക് കൊടുത്ത പ്രോമിസാണ്, എന്ത് പ്രോമിസാണ്, ഇതൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ അത് പക്ഷേ മുന്നോട്ടേക്ക് റിവീൽ ചെയ്യായിരിക്കും. നമുക്ക് മുന്നോട്ടേക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ബിഗ് മാമ് നമ്മുടെ ഈ ട്രിയോ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇമൂനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നത് നമ്മുടെ കായിഡോ അതുപോലെ തന്നെ വൈറ്റ് ബീഡ് റോക്സ് ആയിരുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ ബിഗ് മാമും കൂടെ അത് ചേരിയാണ്. അപ്പോൾ അവർ 3 പേരും ചേർന്ന് നമ്മുടെ ഇമൂസമ്മേനെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു ഇതോടുകൂടി നമ്മുടെ സീന് ചേഞ്ച് ആകുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോജർ പൈററ്റ്സിനാണ്. റോജർ പൈററ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ റോക്സ് പൈററ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അതിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോണും അതുപോലെ തന്നെ ഗാൻസുയും തമ്മിലാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഗാർബർ റോജറും ടീമപ്പ് ആകുന്നുണ്ട്. അത് ഇമ്മൂനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റോക്സിനെതിരെ അല്ല. അതേസമയം തന്നെ നമ്മുടെ സെബക്കും അതുപോലെ തന്നെ സെബക്കിൻ്റെ ടോപ്പ് 3 ബിഗ് മാം, കായിഡോ അതുപോലെ തന്നെ വൈറ്റ് ബിയർഡ്, ഇവർ 3 പേരും കൂടി നമ്മുടെ ഇമൂസമ്മേനെ അറ്റാക്ക് ചെയ്യാണ്. ഒരുമിച്ച് 6 പേരാണ് നമ്മുടെ ഇമൂസമ്മേനെ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ 6 ക്യാരക്ടേഴ്സിൻ്റെ പവർ എത്രമാത്രമാണെന്ന്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരു ഡബിൾ പേജ് ഉണ്ട്. അതിൽ നമ്മുടെ റോക്സ്, റോജർ, ഗാർപ്പ്, വൈറ്റ് ബീഡ്, കായിഡോ, ബിഗ് മാം ഇവരെല്ലാവരും കൂടി നമ്മുടെ ഇമൂസമ്മേനെ അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ ഇത്രയും പേര് നമ്മുടെ ഇമൂസമ്മേനെ നേരിടുന്നുണ്ട്. നമുക്കറിയാം ഈ 6 പേരുടെയും പവർ എത്രമാത്രമാണെന്ന്. അപ്പോൾ നമ്മുടെ ലൂഫി നമ്മുടെ നേരിടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. ഇത്രയും വലിയ ഹെവി ഹിറ്റേഴ്സ് നമ്മുടെ ഇപ്പോഴത്തെ ടൈം ലൈനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടിയും വരും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ടിട്ടും നമ്മുടെ ഇമൂസമ്മ പെട്ടെന്ന് തന്നെ റിക്കവർ ആകുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇമൂസമ്മ ഇമ്മോർട്ടലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസമ്മയ്ക്ക് എത്ര വലിയ അറ്റാക്ക് കൊണ്ടാലും അത് അത്ര വലിയ രീതിക്കൊന്നും ഏശാൻ പോകുന്നില്ലെന്ന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഇമൂസമ്മ ഡോമി റിവേഴ്സ് യൂസ് ചെയ്യും. അതും നമ്മുടെ റോക്സിൻ്റെ ദേഹത്ത്. എന്നിട്ട് നമ്മുടെ റോക്സിനോട് പറയും തൻ്റെ ഫാമിലിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ ഇമൂസമ്മ നമ്മുടെ റോക്സിനെ ഡോമി റിവേഴ്സ് യൂസ് ചെയ്ത് തൻ്റെ കൺട്രോളിലാക്കിയിട്ടുണ്ടാവുമെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നമ്മളെ റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോജറും ഗാർപ്പും ടീമപ്പ് ആകുന്നത്. അങ്ങനെയായിരിക്കും നമ്മളെ റോക്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ വേണമെങ്കിൽ കായിഡോ, ബിഗ് മാം, വൈറ്റ് ബിയർഡ് എന്നിവരും കൂടി നമ്മുടെ റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ റോജറിനെയും ഗാർപ്പിനെ സഹായിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ നമ്മുടെ റോക്സ് തന്നെയായിരിക്കും നമ്മുടെ റോജറിനോടും ഗാർപ്പിനോടും പറയുന്നത് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ റോക്സ് തൻ്റെ ഫാമിലിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വില്ല് ഓഫ് ഡീലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ ഇമോസമ്മയ്ക്ക് ഡോമി റിവേഴ്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നായിരുന്നു. പക്ഷേങ്കിൽ അതിവിടെ ഒന്നുമല്ലാതാകാണ്. ഇവിടെ നമ്മുടെ റോക്സിനെ നമ്മുടെ ഇമൂസമ്മ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ചാപ്റ്റർ ഇറങ്ങിയാലേ മനസ്സിലാകൂ. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂഫിനെയും നമ്മുടെ ഇമൂസമ്മക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ കാര്യം പറയേണ്ടതുമില്ലല്ലോ, അവരെയും വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? നമ്മുടെ ഇമൂസമ്മ ഇപ്പോൾ എൽബാഫിലുണ്ട്. നമ്മുടെ ഇമൂസമ്മ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ കൺട്രോൾ ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ ലൂഫിനെ കൺട്രോൾ ചെയ്യുമോ? ഇതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പലരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.